ഒരിക്കലും ഒരു LD പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, മലയാളം ഭാഗത്തു നിന്ന് ചോദിച്ച ചോദ്യമാണ്. ഞാൻ കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നർത്ഥം വരുന്ന താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ള സെന്റൻസ് ഏതാണ് എന്നാണ്. താഴെ 4 ഓപ്ഷൻസ് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ അതിലുള്ളൊരു സെന്റൻസ് ഉണ്ട്, അതായിരുന്നു അതിന്റെ ആൻസർ. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ടെൻസ് പഠിക്കുമ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള മീനിങ് പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ സബ്ജക്ട് പ്ലസ് V1 പ്ലസ് S ഓർ ES എന്നുള്ള ഫോമാറ്റ് പഠിച്ചു. ഇനി സബ്ജക്ട് പ്ലസ് V1 എന്നുള്ള ഫോമാറ്റാണ്. അതായത് സബ്ജക്റ്റും V1 മാത്രം വരും. ഏതൊക്കെ സബ്ജക്റ്റിനോടൊപ്പമാണ് V1 മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്? അതായത് വെർബിനോട് S ഇല്ലാതെ ഉപയോഗിക്കുന്ന സമയങ്ങൾ ഏതൊക്കെയാണ്? I സബ്ജക്റ്റ് ആയി വരുമ്പോൾ, അല്ലെങ്കിൽ U സബ്ജക്റ്റ് ആയി വരുമ്പോൾ, അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആയി വരുമ്പോൾ V1 എന്ന ഫോം മാത്രമേ ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഇതേ അർത്ഥം തന്നെയാണ്, അർത്ഥത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല. അപ്പൊ എങ്ങനെയാ? I go എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? I എന്നുള്ളത് സബ്ജക്റ്റ് ആണ്, ഗോ എന്ന V1 നമ്മൾ ചേർക്കുന്നു. V1 മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ എന്തായി? ഞാൻ പോകാറുണ്ട് എന്നർത്ഥമായി, അല്ലെ? ഇനി യു ഗോ എന്നാണെങ്കിലോ? നിങ്ങൾ പോകാറുണ്ട് അല്ലെങ്കിൽ നീ പോകാറുണ്ട്. ദേ ഗോ എന്നാണെങ്കിൽ എന്തായി?